ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇവിടുത്തെ ഞാനും വാവച്ചി ഇവിടെ ഇരിപ്പുണ്ട്. വാവച്ചി സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നാളെ സുഖമല്ലേ? എന്തുപറ്റി സുഖമല്ലാതെ? വാവച്ചിക്ക് സുഖമല്ലെന്ന്? അയ്യോ, എന്താ പറ്റിയേ? കോയമ്പത്തൂർ കൊണ്ടുപോകുന്നില്ല എന്ന് വാവച്ചിനെ ചിലപ്പോൾ കൊണ്ടുപോകും, ചിലപ്പോൾ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് വാവച്ചി ഇവിടെ മൂലയിൽ പോയിരിക്കുന്നുണ്ട്. അതാണ് സംഭവം. ഓക്കെ, അപ്പം നാളെ രാവിലെ കോയമ്പത്തൂർ പോകുന്നുണ്ട്. അപ്പം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അവളെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നാളെ ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും സമയം എനിക്ക് ബ്ലോഗിൻ്റെ ഇൻട്രോഡക്ഷൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇപ്പം എടുക്കുകയാണ് കേട്ടോ. ജൂപ്പിറ്റർ, അതായത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അവളെ കാണാൻ പോകുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ വ്ളോഗിലുള്ളത്. അപ്പം നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വാവച്ചി ഇവിടെ സങ്കടപ്പെടണ്ട, വാവച്ചിനെയും കൊണ്ടുപോകാം കേട്ടോ. വാവച്ചി വരുന്നില്ല. വാവച്ചിനെ കൊണ്ടുപോകാന്ന് പറയുമ്പോഴത്തേക്കും വാവച്ചി വരത്തില്ല. വാവച്ചി ഞാൻ കൊണ്ടുപോകുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്കും വാവച്ചി വരും. അതിൽ ഞാൻ എന്ത് ചെയ്യും? അതല്ലേ കൊണ്ടുപോകാന്ന് പറഞ്ഞേ. അത് നീ വരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരണ്ടെന്ന് പറഞ്ഞു. അതാണ് സംഭവം. ഇപ്പൊ വരുന്നുണ്ടല്ലോ? വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പൊ ദേ ഞാൻ ഇന്ന് കോയമ്പത്തൂർ പോവാണ്. ഇന്നലെ വാവച്ചി പറഞ്ഞു വാവച്ചി വരുന്നുണ്ടെന്ന്. ഇന്ന് വാവച്ചി പറഞ്ഞു വാവച്ചി ഇപ്പൊ എണീറ്റുള്ളൂ കേട്ടോ. അതാ മുടി ഇങ്ങനെ ഇരിക്കുന്നത്. വാവച്ചി പറഞ്ഞു ഇന്ന് വരുന്നില്ല എന്ന്. അപ്പം അമ്മ പോയിട്ട് വരാം കേട്ടാ. അമ്മ വരുമ്പോ വാവച്ചിക്ക് എന്ത് വേണം? സൈക്കിൾ വേണോ? ഓക്കെ ഓക്കെ, അപ്പൊ ഞാന് പോയിട്ട് വരാവേ. എനിക്കിഷ്ടം വാവച്ചിന്. നമ്മുടെ കണ്ണട കളയല്ല മോന. അപ്പോൾ ഞാൻ ഫ്രണ്ടിനെ കാണാൻ പോവാണ് കേട്ടോ. അഞ്ചു ആൻറ്റിനെ കണ്ടിട്ട് വരാം. ഓക്കെ, കണ്ടിട്ട് വരാം കേട്ടോ. അപ്പം വാവച്ചി വഴക്കുണ്ടാക്കാണ്ട് ഇവിടെ ഇരുന്നാണോ? ഓക്കെ. പിന്നെ അപ്പം ഞാനിനിയിപ്പം പോകുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല. കാരണം ബസ്സിലൊക്കെ ആയിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പം കാറിൽ പോകും, തീരുമാനിച്ചില്ല. അപ്പം പോകുന്ന വീഡിയോ ചിലപ്പോൾ എടുക്കാം, ഇല്ലെങ്കിൽ എടുക്കൂല അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് കോയമ്പത്തൂർ വെച്ച് കാണാം അല്ല പോന? അഞ്ചാണ്ടിനെ കാണിക്കാം നമുക്ക് കേട്ടാ. ശരി. 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ? അതെന്താ? സ്വസ്ഥതയായിട്ടിരിക്കാലോ എന്നാ എൻ്റെ പൊന്നു വാവച്ചി. നീ ആള് കൊള്ളാലോ. ശരി, എന്നാ നമുക്ക് പിന്നെ കാണാം. ബൈ. അങ്ങനെ ഇതേ കോയമ്പത്തൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 4-4.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അവിടെ ഞാൻ എത്തും. To the city streets, we began to feel the fire. We rise like. അങ്ങനെ കോയമ്പത്തൂർ എത്തി. അഞ്ജുനെ കാണാൻ ഇനി കുറച്ച് നിമിഷങ്ങൾക്കകം അവളെ കാണാൻ പറ്റും. എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഫ്ലാറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹെറ്റിമോള് വന്നേ. സുഖമാണോ ഹെറ്റിമോക്ക്? സുഖം. ഞാൻ വീട് നോക്കി ഞാൻ മറന്നുപോയി. ഏത്? ഞാൻ അവിടെ നിന്ന്. ഓക്കെ ഓക്കെടാ. ഈ അമ്പലമാണ് പറഞ്ഞത്. ഞാൻ വേറെ അമ്പലം നോക്കിപ്പോ. അതാണ്. കേറാം. അങ്ങനെ ഇതേ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എത്തി അല്ലേ? അങ്ങനെ ഞാൻ കോയമ്പത്തൂർ എത്തി. കുറേ ട്രാവൽ ചെയ്ത ശേഷം ഹിറ്റിനെ കണ്ടു അല്ലേ? ഹിറ്റി മോളെ, വെൽക്കം. താങ്ക് യു മോളെ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? സൂപ്പർ. ഇവിടെ ഒരു അമ്പലം ഉണ്ടോ? അമ്പലമാണോ അത്? ഇവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ. അത് നമ്മൾ മുന്നേ കണ്ടത് തന്നെയാ.
ഹിറ്റിയുടെ കിഡ്സ് റൂമാ. ഹിയ ഉറങ്ങുക. ഹിയ വരുമ്പോൾ കാണിക്കാട്ടാ ഉറങ്ങി എണീക്കുമ്പോൾ. ആണ് എൻ്റെ ഫ്രണ്ട് അഞ്ജു അല്ലേ? അഞ്ജുവിൻ്റെ ഹസ്ബൻഡ്, പിള്ളേര്. എന്താപ്പാ ഏതാ? നൈസ് ഫോട്ടോസ് ആണല്ലോ ഹിറ്റി. ഏത് ഹിയന്റെ മാമോയിസ? ആ ഇതോ ഓക്കെ. നല്ല ബാൽക്കണി ആണല്ലോ. ഇതിൽ കൂടെ കൊതുക് വരുന്നില്ലേ രാത്രിയില്? അത് ക്ലോസ് ചെയ്യാറുണ്ട്. എപ്പോഴാണ് ക്ലാസ്? ഇന്നുണ്ടോ? പിന്നെ ആണോ? ഞാൻ എത്ര ദിവസം നിൽക്കണ ഹിറ്റി ഇവിടെ? ഓൺലി 1 day. അപ്പൊ വാവച്ച എന്തി? വാവച്ച ഇവിടെ ആന്റിനെ കാണാണ്ട് വിഷമിക്കൂലേ? നോക്കട്ടെ കേട്ടോ. വാവച്ചനോട് ചോദിക്കാം. വാവച്ചന് നമുക്ക് വീഡിയോ കോൾ ചെയ്യാം കുറച്ച് കഴിയുമ്പോൾ. എന്നിട്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ വാവച്ച പറയും നിൽക്കാൻ പറഞ്ഞ നിൽക്കാം, അല്ലെങ്കിൽ ഞാൻ പോകും. ഓക്കെ ഓക്കെ ആണോ? ഞാൻ നിൽക്കുന്നത് ഇഷ്ടമാണോ? എന്താ? കാരണം എനിക്ക് ഹെയർ കട്ട് ചെയ്യണം. കാരണം ഇത് സെയിം സൈസ് അല്ല. ഇത് വേറൊരു സൈസ്, ഇത് വേറൊരു സൈസ്. കാരണം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഹീലിങ് വരില്ല. അതാണല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിൽക്കണ്ടേ. നോക്കാൻ പറ്റില്ല. ഓക്കെ നോക്കാട്ടാ. അപ്പം ഇത് ഹെറ്റി, ഇതാണ് അഞ്ജുവിൻ്റെ മോള്. ഒരാൾ കിടന്നുറങ്ങുക, ഹിയ മോള് കിടന്നുറങ്ങുക അല്ലേ? അങ്ങനെ ഇപ്പോൾ ഞാൻ കോയമ്പത്തൂർ എത്തി റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വാവച്ചി ഞാൻ കുറച്ച് മുന്നേ വിളിച്ചു. അപ്പോൾ വാവച്ചി ഓക്കെ, വാവച്ചിയുടെ ഭയങ്കര കളിയാണ്. അപ്പോൾ വാവച്ചി ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പോകുമ്പോൾ സർപ്രൈസ് കൊണ്ട് കൊടുക്കുമല്ലോ, അതുകൊണ്ട് വാവച്ചി ഭയങ്കര ഹാപ്പി. വാവച്ചി ഓക്കെയാണ്. എന്ത് ക്രാഫ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഹെറ്റി? എന്ത് പറ, എന്തുണ്ടാക്കുന്നേ? എന്താണ്? നല്ല രസമാണല്ലോ. വേഗം ഉണ്ടാക്ക് ഹെറ്റി. ഇത് ഹെറ്റി, ഇത് ഹിയ, ഇത് അഞ്ജു. അതാണ് ഉണ്ടാക്കുന്നേ. അപ്പൊ ഞാനിവിടെ ഹെറ്റിക്ക് ഒരു കമ്പനി കൊടുക്കുകയാണ് അല്ല ഹെറ്റി? ഹെറ്റി എന്തോ ഉണ്ടാക്കാൻ പോവാന്ന്, ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പോവാന്ന്, ബോ ഉണ്ടാക്കാൻ പോവാന്ന്. അപ്പൊ ഹെറ്റി ഇവിടെ ഉണ്ടാക്കണു, ഹിയമോൾ അകത്തുണ്ട്. അപ്പം നമ്മളിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോകും അല്ലേ? നമ്മൾ എന്തിനാ പുറത്ത് പോകുന്നേ? നമ്മൾ ഹെയർ കട്ട് ചെയ്യാനായിട്ട് പോകും. ആരുടെ ഹെയർ കട്ട് ചെയ്യാനാ? ഹെറ്റിയുടെ. അപ്പം ഹെറ്റിയുടെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകും. ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ ഹെറ്റി? ഓക്കെ. അപ്പം നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാം ഹെറ്റി ഉണ്ടാക്കിയത് അല്ലേ ഹെറ്റി കൂട്ടാ? ഓക്കെ. ക്രാഫ്റ്റ് എന്തായി? ബാഡായിപ്പോയി. ക്രാഫ്റ്റ് ചെയ്തത് ബാഡായിപ്പോയി. അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മളിപ്പോൾ മുടി വെട്ടാൻ പോവാണ്. ന്യൂഡിൽസ് പോലെയായി. നമ്മളിപ്പോൾ മുടി വെട്ടാൻ പോവാണല്ലേ? ഹിറ്റിയുടെ മുടി വെട്ടാൻ പോവാണ്.
ഹിയ ടാറ്റ ഹിയ ടാറ്റ പോവാണോ നമുക്ക്? ഹിയ ഡാൻസ് കളിച്ച് ഹിയ ഹിയാച്ചു ഡാൻസ് കളിച്ച് ഹിയാച്ചു ഹിയാച്ചു ടാറ്റ പോവാണ്. ഹിയാച്ചുന് ഡാൻസ് കളിക്കാൻ ഇഷ്ടമല്ല, ടാറ്റ പോവാൻ പോവാ. ഹിയാച്ചു ടാറ്റ പോവാം നമുക്ക്. നമ്മൾ ഹിയാച്ചുൻ ഹെറ്റി പൂപ്പലാൻറ്റി പിന്നെ ആരൊക്കെ പോകുന്നേ? മമ്മ എല്ലാവരും ഹെറ്റിയുടെ മുടി വെട്ടാൻ പോവാണല്ലേ? വാവച്ചി മിസ്സിങ് ആണ്. വാവച്ചി ഇപ്പം അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് ടാറ്റ പോവാം അല്ലേടാ? ടാറ്റ പോവാം. ടാറ്റ പറഞ്ഞേ. ടാറ്റ ടാറ്റ പറ. ടാറ്റ 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 ടാറ്റ. Hi guys, we are here in Nigeria. I'm gonna cut my hair. ഹെറ്റി ഭയങ്കര ഹാപ്പിയാണ് മുടി വെട്ടാൻ. ഹെറ്റിയുടെ മുടി വെട്ടി കഴിയാറായി അല്ലേ ഹെറ്റി? ഹിയ വെട്ടോന്ന് അറിയില്ലല്ലോ. ഹിയനെ നമുക്ക് നോക്കാം. യെസ്, ക്വസ്റ്റ്യൻ മാർക്ക്. നോക്ക് നല്ലതാണോ, എങ്ങനെയുണ്ടെന്ന്. പ്രറ്റി ആയാ? യെസ്, പ്രറ്റി ആയാ ഹെറ്റി? ഡോറ ആരാ? ഡോറ. അപ്പോൾ ദേ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ ഒരു 7 o'clock ആണ് കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ കോയമ്പത്തൂർ. അങ്ങനെ എനിക്ക് വലിയ ചൂട് അനുഭവപ്പെട്ടില്ല. അല്ലെങ്കിൽ സാധാരണ കോയമ്പത്തൂരൊക്കെ വരുമ്പോൾ എന്തോ ചൂടൊക്കെ ഉള്ള പോലെ തോന്നും. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലിരുന്ന് എന്തൊക്കെയോ ഞങ്ങൾ സംസാരിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാനും ഹെറ്റിയും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടോ. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹെറ്റിയും കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് കേട്ടോ കോയമ്പത്തൂരിൽ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അടിപൊളി ചായയും പിന്നെ ചിക്കൻ കറിയും അപ്പോൾ ഒക്കെ കഴിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. മേമ പോവാണ് കേട്ടോ. ടാറ്റ ടാറ്റ മേമ പോവാണ്. ബൈ. അങ്ങനെ ഹിയാച്ചിനോടും അഞ്ജുനോടും എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഇറങ്ങാൻ പോവാണ്. ഹെറ്റിമോള് സ്കൂളിൽ പോയേക്കുമായിരുന്നു. ഇനി എന്നാ കോയമ്പത്തൂർ വരുന്നതെന്ന് അറിയില്ല. പക്ഷേ കോയമ്പത്തൂരിലെ ദിവസങ്ങൾ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാനും അഞ്ജു കുറേ സംസാരിച്ചു. ഇനിയിപ്പോൾ അടുത്തത് എന്നാ കാണുന്നതെന്ന് അറിയില്ല. അങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നേരെ ഉക്കടം ബസ് സ്റ്റാൻഡിലാണ് പോകുന്നത്. ബസ് വേണം തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ നേരെ ഇനി ബസ് സ്റ്റാൻഡിലോട്ട്. അങ്ങനെ ബസ് കിട്ടിയിട്ടോ. ഇനിയിപ്പം 4.5 മണിക്കൂറിന് ശേഷം വീട്ടിലെത്തും. അപ്പം പൊള്ളാച്ചി ബസ്സാണ് കിട്ടിയത്. കോയമ്പത്തൂരിൽ നിന്ന് വീട്ടിലെത്തിയിട്ടോ. ഇപ്പോൾ വാവച്ചി ഇവിടെ ഇല്ല. വാവച്ചി അംഗനവാടി പോയേക്കാണ്. ഇന്നലെ വാവച്ചിനോട് പറഞ്ഞത് വിളിച്ചപ്പം വാവച്ചി അംഗനവാടി പോയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ വീട്ടിലുണ്ടാകണം. അപ്പോൾ വാവച്ചിക്ക് ഒരു സർപ്രൈസ് ആകണമെന്ന് വാവച്ചിനോട് പറഞ്ഞു. അപ്പം ഞാനും അങ്ങനെ പ്രതീക്ഷ വന്നത്. എങ്ങനെ വാവച്ചി വരുന്നതിന് മുന്നേ വീട്ടിലെത്തണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പോൾ വാവച്ചി ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ വാവച്ചി വരുമ്പോൾ വാവച്ചിയുടെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം അങ്ങനെ അഞ്ജുനെ കണ്ടു. കഴിഞ്ഞ വർഷം അഞ്ജുനെ കണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം കഴിഞ്ഞ വർഷം അഞ്ജുനെ കണ്ടു. അതേപോലെ ഈ വർഷം കാണാൻ പറ്റി. കാരണം എല്ലാവരും തിരക്കല്ലേ. അപ്പം തിരക്കുള്ള സമയത്ത് ഏതെങ്കിലും വർഷത്തിലൊന്ന് കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്.
അപ്പോൾ ഇനി അടുത്ത വർഷം അതിനുള്ളിൽ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഓരോരുത്തർക്കും ഓരോ തിരക്കല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസമെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണമല്ലോ. അപ്പം അങ്ങനെ ഇന്നലെ എൻ്റെ മീ ടൈമായിരുന്നു. അങ്ങനെ ഞാനും അഞ്ചും കുറേ നേരം സംസാരിച്ച് കുറേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയവർത്തോണ്ടിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ശരി, ഇത് ഇനി വാവച്ച് വരുന്നതിന് മുന്നേ ഞാൻ പോയി ലഞ്ച് കഴിക്കട്ടെ. ഇപ്പോൾ സമയം 3 മണിയായി, ലഞ്ച് ഞാൻ കഴിച്ചില്ല. അങ്ങനെ ദേ കോയമ്പത്തൂരിൽ നിന്ന് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇപ്പോൾ വാവച്ചി ഇവിടെ ഇല്ല, വാവച്ചി അംഗനവാടി പോയേക്കാണ്. ഇന്നലെ വാവച്ചിനോട് പറഞ്ഞത് വിളിച്ചപ്പം വാവച്ചി അംഗനവാടി പോയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ വീട്ടിലുണ്ടാകണം. അപ്പോൾ വാവച്ചിക്ക് ഒരു സർപ്രൈസ് ആകണമെന്ന് വാവച്ചിനോട് പറഞ്ഞു. അപ്പം ഞാനും അങ്ങനെ പ്രതീക്ഷ വന്നത്. എൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ വാവച്ചി വരുന്നതിന് മുന്നേ എനിക്ക് വീട്ടിലെത്തണം എന്നായിരുന്നു. അപ്പം ഇനി വാവച്ചി വരുന്നതിന് മുന്നേ വേഗം ഫുഡ് കഴിക്കാൻ നോക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് വാവച്ചി വരുമ്പോഴത്തേക്കും കാണാം നമുക്ക്. വാവച്ചി വാവച്ചി ആരാ ആരാ ഹാപ്പി? മമ്മനെ കണ്ടപ്പോൾ സന്തോഷമായ? ഇന്നലെ എങ്ങനെ സുഖമായിരുന്നോ ഞാൻ ഇല്ലാത്തപ്പോൾ? സീരിയസ് ആയിട്ടോ ഹാപ്പി ആയിരുന്നാ? അപ്പം ഇപ്പോഴാ ഭയങ്കര ഹാപ്പിയാണ് അമ്മേനെ കണ്ടപ്പോൾ. എങ്ങനെയുണ്ടായിരുന്നു അംഗൻവാടി? കള്ളായിരുന്നാ? ഇതാ വാവച്ചി